സമർക്കന്ത് അന്ന് പിടിച്ചടക്കിയപ്പോ ഖുതൈബത്ത് ബിൻ മുസ്ലിമുൽ ബാഹിലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു സൈന്യമാണ് സമർക്കന്ദിന്റെ കോട്ടകളെ പിടിച്ചടക്കിയത്. ആ കോട്ട ഇന്നും അവിടെ ഉണ്ട്. കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും ബാക്കിയുണ്ട്. സമർക്കന്ദിലൂടെ അവിടെ ഒരു സ്വഹാബി ഉണ്ട്, ഇബ്നു അബ്ബാസ് തങ്ങളുടെ സഹോദരൻ ഖുസം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സമർക്കന്ദിലാണ്. ഇമാം ബുഖാരി തങ്ങൾ സമർക്കന്ദിലാണ്. കോട്ടക്കുള്ളിലേക്ക് കച്ചവടക്കാരെ പോലെ മുസ്ലിമീങ്ങൾ കയറി ചെന്നു. കോട്ട ഭയങ്കര റെസിസ്റ്റൻസ് ആയത്, അവർക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. മുസ്ലിം സൈന്യം അങ്ങോട്ട് എത്തിയിട്ട് അവർക്ക് ആ പ്രതിരോധം അതിജയിക്കാൻ കഴിയാതെ വിഷമിച്ചപ്പോ ചെറിയൊരു ട്രിക്ക് ചെയ്തു. 1-2 ആളുകൾ കച്ചവടക്കാരെ പോലെ അകത്തേക്ക് കയറി. എന്നിട്ട് കോട്ടയുടെ വാതിലുകൾ സൈന്യത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. സൈന്യം അടിച്ചു കയറി. അങ്ങനെ സമർക്കന്ത് ഒരു രാവ് ഒരൊറ്റ പകലുകൊണ്ട് കീഴടങ്ങിയപ്പോ അന്നത്തെ മുസ്ലിം ഭരണാധികാരിയായ അമവി ഭരണാധികാരിയും 2ാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് അവിടുത്തെ പാട്രിയാർക്കീസ് ഒരു കത്തെഴുതി ഒരാളുടെ കയ്യിൽ കൊടുത്തയച്ചു. എന്താ കത്തിന്റെ ഉള്ളടക്കം എന്നറിയോ? അമീറുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളുടെ നേതാവായ, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് സമർക്കന്ദിന്റെ പാട്രിയാർക്കീസ് എഴുതുന്ന കത്താണിത്. നിങ്ങളുടെ അനുയായികൾ ഞങ്ങളുടെ നാട് വന്ന് പിടിച്ചടക്കി. അവർ ഞങ്ങളോട് ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങളോട് ജിസിയ തരാൻ തയ്യാറുണ്ടോ എന്നൊരു നെഗോസിയേഷൻ നടത്തിയിട്ടില്ല. അവരങ്ങ് യുദ്ധം തുടങ്ങുകയാണ് ചെയ്തത്. നിങ്ങളുടെ ന്യായ പ്രമാണങ്ങൾ വെച്ച് നോക്കിയാൽ അത് തെറ്റാണല്ലോ. ഞങ്ങൾക്ക് ശരീഅത്തുൽ ഇസ്ലാം പറഞ്ഞു തരണ്ടേ? എന്നിട്ടും ഞങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ ജിസിയ വേണമെന്ന് പറയാം. അതിനും ഞങ്ങൾ തയ്യാറല്ലെങ്കിലല്ലേ അവിടെ യുദ്ധം പാടുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ 2 ഓപ്ഷൻ തരാതെ 3ാമത്തെ ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അനുയായികൾ ജമ്പ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ നഗരം പിടിച്ചടക്കിയത്. അതുകൊണ്ട് സമർക്കന്ത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. എവിടുന്നായി വരുന്നത്? പഴയകാലത്ത് സോവിയറ്റ് റഷ്യന്റെ ഭാഗമാണ് ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാൻ. അവിടുന്ന് ഷാമിലേക്ക് വന്നു, സിറിയയിലേക്ക്, ഡമസ്കസിലേക്ക് ദിവസങ്ങളെടുത്ത യാത്രയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മൺകൂരയായി കണ്ട ചെറിയൊരു വീടിന്റെ മുന്നിലേക്കാണ് എത്തിയത്. ആൾ പറഞ്ഞു കൊടുത്തു, ഖലീഫയുടെ വീട് ഇതാണ്. ആൾ അത്ഭുതപ്പെട്ടു പോയി. ഇതോ എന്ന് ചോദിച്ചു. ഒരു ചെറിയ കൂരയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ മൺവെട്ടിയുടെ പുറംഭാഗം വെച്ചിട്ട് അവിടെ നിന്ന് എഴുതി കൊടുത്തു അവിടുത്തെ മുസ്ലിം നേതാവിന്, എന്റെ കത്ത് നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടനെ നിങ്ങളിൽ നിന്നൊരാൾ, താബിഈങ്ങളാണ് അവരൊക്കെ, സ്വഹാബികളുണ്ട്, താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുടെ മഹാന്മാർ ജീവിച്ചിരിപ്പുണ്ടെന്ന്, നിങ്ങളിലെ ഒരു ഏറ്റവും യോഗ്യനായ ഒരാളെ ജഡ്ജായി നിങ്ങൾ നിയമിക്കണം. ആര്? മുസ്ലിമീങ്ങൾ ജഡ്ജായി നിയമിക്കണം. എന്നിട്ട് ഈ പാത്രിയാർക്കീസ് പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കണം. നീതി നിങ്ങൾ നടപ്പാക്കണം. നീതി വേണം. We stand for justice. അതുകൊണ്ട് ഒരു സമുദായവും നമ്മളെ കൊണ്ട് പരാതി പറയരുത്. നിങ്ങളൊരു ജഡ്ജിയെ നിയമിക്കണം. ഖുതൈബ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കത്ത് കിട്ടുമ്പോ അവിടെ ജഡ്ജിയെ നിയമിക്കുകയാണ്. ശുറഹ്ബീൽ ഇബ്നു ഹസന റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുള്ള കാലം മഹാനവറുകൾ വിധി പറഞ്ഞു. എന്താണ് വിധി എന്നറിയുമോ? ആരാ വിധി? വാദിയും പ്രതിയും. വാദി ക്രിസ്ത്യാനികളാണ്, പ്രതികൾ മുസ്ലിമീങ്ങളാണ്, ജഡ്ജ് മുസ്ലിമാണ്. വിധി കേൾക്കണം. ഇത് ചരിത്രത്തിന്റെ പൊൻതൂവലാണ്. The golden lesson ever written in the human history. മുസ്ലിം ജഡ്ജ് വിധി പറയുകയാണ്, സമർക്കന്ദിലേക്ക് മുസ്ലിമീങ്ങൾ കയറി വന്നത് അന്യായമാണ്. ഇന്ന് സൂര്യാസ്തമയത്തിന്റെ മുമ്പായി മുഴുവൻ മുസ്ലിം സൈന്യവും ജഡ്ജായ ഞാനടക്കം ഇവിടെ നിറങ്ങി കൊടുക്കണം. ജയിച്ച ഒരു നാട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോന്നിട്ടുണ്ട് മുസ്ലിമീങ്ങൾ. സമർക്കന്ത് മുഴുവൻ കയ്യിൽ കിട്ടിയിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് മുസ്ലിമീങ്ങൾ അൻ ബുഖറത്തി അബീഹിം എന്ന് പറയാം, ചെറിയ മക്കളടക്കം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇവരിറങ്ങിപ്പോന്നപ്പോൾ ക്രിസ്ത്യാനികൾ ആരും അങ്ങനെ വിചാരിച്ചില്ല ഇവർ ഇങ്ങനത്തെ ഒരാളുകളാണ്. അവരത്ഭുതപ്പെട്ടു. അവരവരുടെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകരുത്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു കയറണം. നിങ്ങൾ പട്ടാളക്കാരായിട്ടല്ല ഞങ്ങളിലേക്ക് ഇനി വരുന്നത്, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് വിശുദ്ധ ഇസ്ലാമിന്റെ ആ ഒരു സ്വഭാവം കണ്ട് നൂറുകണക്കിന് ആളുകളാണ് സമർക്കന്ദിൽ ഇസ്ലാമിലേക്ക് ഷഹാദത്ത് ചൊല്ലി കടന്നു വന്നത്. അതാണ് ഈ ഉമ്മത്തിന്റെ പാരമ്പര്യം. അത് നമ്മുടെ ഇട്ടാവട്ടങ്ങളിലെങ്കിലും നമുക്ക് ഓർമ്മ വന്ന് അനീതി വരാതെ, അധർമ്മം വരാതെ, നീതിയുക്തമായി സന്തോഷത്തോടെ, വെറുപ്പിക്കലില്ലാതെ
സന്തോഷവും അതുപോലെ തന്നെ ദയാവായ്പും വാത്സല്യവും കരുണയും ഈ ഉമ്മത്തിന്റെ മുഖമുദ്രയാകട്ടെ. ഈ ഉമ്മത്തിന് അല്ലാഹു